പ്രകാരമാണ് ഇവിടെ എത്തിയത്. നല്ല പ്രഭാഷണങ്ങൾ പലതും ഇവിടെ കഴിഞ്ഞു. എന്റെ പ്രിയ സുഹൃത്ത് മനാഫ് ഇനി നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നുമുണ്ട്. അതിനുശേഷം സന്തോഷത്തോടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ഒരു ഗാനവിരുന്നും ഇതിനുശേഷം ഈ വേദിയിൽ അരങ്ങേറുന്നുണ്ട്. ഇവിടെ പ്രസംഗിച്ചു പോയ എല്ലാവരും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച്, അതിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും അദ്ദേഹം സൂചിപ്പിച്ച കാര്യം ഇവിടുത്തെ സാമുദായിക സമതുലനത്തെ പ്രയാസപ്പെടുത്തുന്ന യാതൊന്നും മുസ്ലിം ലീഗ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ എല്ലാവരും മുസ്ലിം ലീഗിനെ ഇന്ന് കോർണർ ചെയ്യുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ മുസ്ലിം ലീഗിനെ പോലെ ഇത്ര കോർണർ ചെയ്യപ്പെട്ട ഒരു പാർട്ടി ഉണ്ടാവില്ല. മുസ്ലിം ലീഗിന് നേരെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ പച്ചക്കളവാണെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് തന്നെ അറിയാം. പക്ഷേ എന്നിട്ടും അവർ ഉന്നയിക്കുന്നതിന് പിന്നിലുള്ള ഛേദോവികാരം എന്താണ്? അതാണ് പഠിക്കേണ്ടത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമൊക്കെ മുസ്ലിം ലീഗ് അനധികൃതമായി പലതും നേടുന്നു, മുസ്ലിം സമുദായം പലതും നേടുന്നു എന്ന് ഒരു ഭാഗത്തു നിന്ന് വിളിച്ചു പോകുമ്പോൾ മുസ്ലിം ലീഗിന് അതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടില്ല. മറിച്ച് സുകുമാരൻ നായർക്ക് എന്തിനു മറുപടി കൊടുക്കണം? വെള്ളാപ്പള്ളിക്ക് എന്ത് മറുപടി കൊടുക്കണം? മുസ്ലിം ലീഗിന് അങ്ങനെ മറുപടി കൊടുക്കാമായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതിന് മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയ്ക്കും RSSനും അതുപോലെയുള്ള ഹിന്ദു സംഘടനകൾക്കുമൊക്കെ അവർ ഉയർത്തിയ വെല്ലുവിളിക്ക്, അവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അന്നേ മറുപടി കൊടുക്കണമായിരുന്നു. കേരള പിറവിക്ക് മുമ്പ് തന്നെ RSS വളരെ സജീവമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാക്കി ടൗസറിട്ട് അമ്പലമുറ്റത്ത് ആയുധ പരിശീലനം നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തോട് കൂറുള്ളവരല്ലെന്നും അവർ വൈദേശിക സംസ്കാരവുമായി വന്നവരാണെന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണെന്നും അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്നും ശക്തമായി ഒരു ക്യാമ്പയിൻ തന്നെ RSS ഇന്ത്യ മുഴുവൻ നടത്തി. അതോടൊപ്പം കേരളത്തിലും നടത്തി. ഇന്ത്യ രാജ്യത്ത് അവർക്ക് പല രീതിയിലുള്ള വേരുകളുണ്ടായി. അവരുടെ രാഷ്ട്രീയ രൂപങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് വലിയ പ്രസക്തിയുണ്ടായി. അവർ തുരുതുരാ വളർന്നു. 2ൽ നിന്നും 60ലേക്കും പിന്നീട് 100ലേക്കും അവസാനം ഇന്ത്യ ഭരിക്കുന്നിടത്തവരെത്തി. പക്ഷെ കേരളത്തിൽ അവർ എന്താണ് അവരുടെ കഥ? കേരളത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ആ സംഘടനകൾക്ക് സാധിച്ചില്ല. എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം? അവർക്ക് മറുപടി പറയാൻ കേരളത്തിൽ ആരുമില്ലായിരുന്നു. എന്നും മറുപടിയിലൂടെ എതിർവികാരം ശക്തിപ്പെട്ട് വളർന്ന ഒരു പ്രസ്ഥാനമാണ് ഹിന്ദു ഫനാറ്റിക് ഫോഴ്സുകൾ. അവർക്ക് ഡിബേറ്റ് ചെയ്യാൻ കേരളത്തിൽ ഇരകളെ കിട്ടിയില്ല. അവരോട് സംവദിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്നൊരു വേദിയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ മുസ്ലിം ലീഗ് അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വളരാനും സാധിച്ചില്ല. കേരളത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ഗതകാല ചരിത്രം മൊത്തം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ശ്രേഷ്ഠതയുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെ മൊത്തം എടുക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ്. കാരണം ഇസ്ലാം ഈ 2 സ്ഥലങ്ങളിലേക്കും